ഭയങ്കര തലവേദന. ആവശ്യമില്ലാതെ വെള്ളം അടിച്ച് നമ്മളില്ലേ. തലവേദനയാണല്ലേ? താങ്ക്സ്. അച്ഛാ, അച്ഛനും അറിയത്തില്ലേ വെള്ളപൊടി നാണം കേടാന്ന്? എന്നിട്ട് മനുഷ്യനെ വെറുതെ നാണം കെടുത്ത് തന്നെ ഇട്ടു. എന്തിനാടാ അച്ഛനെ കുറ്റപ്പെടുത്തുന്നേ? അച്ഛനെ വെള്ളമൊന്നും അടിക്കില്ല ഇല്ലേ അച്ഛാ? അയ്യോ ഇല്ല മക്കളെ, അലമ്പ് പരിപാടി. സ്വയം നാണം കെടുത്തി അത് പോട്ടെ, കള്ളുടിച്ച് നമ്മുടെ കൂടെ നാണം കെടുത്തി കളഞ്ഞു. നമ്മൾ ആരും അച്ഛന് പ്രഷർ കൊടുക്കരുത്. അതുകൊണ്ട് അച്ഛൻ വെള്ളം അടിച്ച അല്ലേ അച്ഛോ? നല്ലാതെ വെള്ളം അടിച്ചാലെന്ത്? അച്ഛൻ അമ്മയെ പറയാനുള്ള മൊത്തം പറഞ്ഞല്ല. ചില ആൾക്കാർ ഇങ്ങനെ ആടാ, വെള്ളം അടിച്ചാലേ യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക്. അയ്യോ ഭയങ്കര തലവേദന. തലവേദനിക്കും, ആവി പിടിച്ചാൽ മതി, മാറിക്കോളൂ. നീ കുറച്ച് വെള്ളം ചൂടാക്ക്, ഞാൻ എന്താ വരണം. ചെല്ല് മാറു മക്കളെ. ബാലു, ഒരു കാര്യം പറയാനുണ്ട്. മറ്റേ കുട്ടനും അച്ഛനും കൂടെ ആ പ്ലാൻ മാറ്റിയിട്ടാ. പ്ലാനാ? സ്ഥലം വെക്കുന്ന കാര്യം ഉണ്ടല്ലോ, അത് മാറ്റിന്ന്. ഞാൻ ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കിയത് അവരറിഞ്ഞാണ്. പിന്നെ അതൊന്നുമല്ല, ആ സ്ഥലത്തിന് ഇപ്പൊ വിചാരിച്ച വിലയൊന്നും കിട്ടൂല. അതുകൊണ്ട് അത് അതിന്റെ ആധാരം വെച്ചിട്ടേ അഗ്രികൾച്ചർ ലോൺ എടുക്കാന്ന് വിചാരിച്ചു. ലോണാ? ലോൺ ഒന്നും കേട്ടിട്ടില്ലേ? ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ 15 വർഷം കൊണ്ട് EMI അടച്ചു തീരും. അത് കഴിയുമ്പോൾ ആധാരം നമുക്ക് തിരിച്ചു കിട്ടും. അപ്പൊ നമ്മളെ പേരിലേക്ക് ആധാരം മാറ്റി എഴുതി തരും. എടി ആരടുത്ത് ചോദിച്ചിട്ടടി അവരങ്ങനെ ചെയ്തത്? എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. നിന്നെ വിളിച്ച് പറഞ്ഞാടി? എടി അവർ എന്നെ വിളിക്കണ്ടേ? അയ്യടാ 15 വർഷം കഴിഞ്ഞ് ബാങ്കിൽ നിന്ന് ആധാരം എടുത്ത് ഇനി കൈ തരാന്ന്. ആ സമയം ഞാൻ മണ്ണിന്റെ അടിയിലാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കുന്നുംപുറത്തെ സ്ഥലം എഴുതി തരും. എവിടെ? കുന്നുംപുറത്തെ. കുന്നുംപുറ എന്തിന്? അവസാന കാലത്ത് പോയി താമസിക്കാനാ? ഇവിടെ ഇപ്പൊ അതൊക്കെ തന്നെയല്ലേ ചെയ്യണേ. കേട്ടുതരും ഞാൻ. ഇങ്ങനെ പോയാ എങ്ങനെയാ ബാലു? ഇനി എങ്ങനെ പോകുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ വിചാരിച്ച് തള്ളയും മക്കളും കൂടെ എഴുന്നള്ളിയപ്പോഴേ വിചാരിച്ച് എന്നെ കൊല്ലാനുള്ള പുറപ്പാടായിരിക്കുമെന്ന്. ഇനി ബാലു എങ്ങനെ പോകണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ പോയിട്ട് ഇപ്പം വരാം. ഞാൻ വരാം. വണ്ടിക്കാശ് തരാം. വണ്ടിയില്ല നിന്റെ. ഞാൻ വരാടി. ഞാൻ പോയിട്ട് വരാം. നീക്കെല്ലാം എന്നെ പേടിച്ച മോളെ സാധനം മൊത്തം മേളിൽ കയറ്റിയെടുത്ത് വെച്ച് ഇനിയിപ്പോ അവിടെ കിടക്കിട്ട് നോക്കാം. എന്താണ് എടുക്കണേ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഒന്ന് മോഷ്ടിക്കരുത്, എന്നോട് ചോദിക്കണമെന്ന് പറഞ്ഞിട്ടില്ല കേശു. അനുസരിക്കാത്ത. അല്ല അമ്മേ, പണ്ട് ഉണ്ണികൃഷ്ണൻ വെണ്ണ കിട്ടിയിരുന്നിട്ടില്ലേ? പിന്നെ നീ ഇപ്പൊ വെണ്ണയല്ല കട്ട് തിന്നാൻ പോയത്. ചെയ്യോ കട്ട് തിന്നോ? കട്ട് തിന്നോ? കേശു കേശു അമ്മേ, ഇവരുടെ തലകൾക്ക് ഞാൻ ഇപ്പൊ തീർത്തരാം. കത്തിച്ചാ പോരെ? മക്കളൊക്കെ കണക്കാ. മലരെ വാമനോഹരാ വാമുരളീധരാ ഇവിടെ ഓരോ പ്രവാസി വേല വയ്ക്കും നേരം ഞാനും എൻ്റെ ഭാര്യയും പിള്ളേരും അവിടെ ഉണ്ടാക്കാൻ പാടാതെ നിനക്ക് സഹിക്കുന്നതല്ലേ ഞാൻ മനസ്സമാധാനത്തോടെ ജീവിക്കുന്നത്. എന്നെ കുടിപ്പിച്ച് കിടത്തി വഴിയാധാരം ആക്കിയില്ലടാ നീ. എനിക്കിപ്പോൾ കുടുംബവും ഇല്ല, ബന്ധുക്കളും ഇല്ല, കിടക്കാൻ ഒരു സ്ഥലവും ഇല്ല. എല്ലാവരും ഉണ്ടല്ലോ. ആരോഗ്യിക്കണേ വരില്ലെന്ന് വിചാരിച്ചാ? പോയ പോക്കിനങ്ങ് പോകുമെന്ന് വിചാരിച്ചാ? നീ എവിടെ പോകടാ? ഡാൻസ് പ്രാക്ടീസിന് പോണ്. ഡാൻസ് പ്രാക്ടീസ് ഭയങ്കര ഉണ്ട്. മക്കളെ കേശു അച്ഛനെ, അച്ഛൻ പരിപ്പോട വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് മക്കൾക്ക് കേട്ടാ. അമ്മേ, എനിക്കിത് കണ്ടുവെക്കാനൊന്നും വയ്യാട്ടാ, ഞാൻ പോണേ. അയ്യോ പോടേ പോ. എൻ്റെ അച്ഛൻ പോണം, എൻ്റെ തന്ത. നിനക്ക് എന്തടേ പരിപ്പുടന്ന് കേട്ടപ്പോൾ മുഖത്തൊരുമാതിരി പടപടാന്ന്? എന്ത് നിനക്ക് പിടിക്കുന്നില്ലേ? എവളിപ്പം ബർഗറും കുറുക്കറൊക്കെ അല്ലേ കഴിക്കൂ. നിനക്ക്
ഓർമ്മയുണ്ട പണ്ട് നിനക്ക് ഞാൻ നാരങ്ങ മുട്ടായും ഇഞ്ചി മുട്ടായി വാങ്ങിച്ചു ഓർമ്മയുണ്ട? ഓർമ്മയുണ്ടാടി? നീ എന്ന് പ്രീഡിഗ്രിക്ക് പഠിക്കുന്ന സമയം ബാലമാവിൻ്റെ കടയിലെ മുട്ടായിയെ കഴിക്കും. വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിലേ പെണ്ണങ്ങും. ഇപ്പം നീ റിച്ച്. ഓക്കെ, അവൾക്കിപ്പോൾ പ്ലെയിന് വേണം, കാറ് വേണം, മെട്രോ റെയിൽ വേണം. അയ്യോ, അച്ഛൻ്റെ കവറും പോയി, 80 സെൻറ്റ് സ്ഥലവും പോയി. എൻ്റെ അമ്മേ! അയ്യോ, തൊട്ടുപോകരുത്, എന്നെ തൊട്ടുപോകരുത്. നീ എല്ലാം ഒരുത്തരും എന്നെ തുടരുത് കേട്ടാ. അച്ഛൻ തറയെ കിടക്കും, അച്ഛൻ തറയാണ്. ആദ്യം നിൻ്റെ അമ്മയെ കൊണ്ടുവന്ന് മെത്തയെ കിടത്തും കേട്ടാ. വെറും മെത്തയല്ല, മെത്തയെ കിടത്ത്. അവള് പടവലം രാജ്യത്തെ മഹാരാജാവായ കുട്ടൻപിള്ളയുടെ മോളാണ് അവള്. പടവല രാജ്ഞി. അതുകൊണ്ടാണ് പറഞ്ഞത് കൊണ്ട് കിടത്ത്. അച്ഛന് തറ മതി. അവിടെ കിടക്കട്ടെ. മകളെ ക്യാഷ്, മകളെ അച്ഛനെല്ലാവരും കൂടെ പറ്റിച്ചടാ. കുട്ടൻപിള്ള മഹാരാജാവ് എല്ലാം കൂടെ ബാങ്കിൽ കൊണ്ട് തള്ളി. അച്ഛനൊന്നും ഇല്ലടാ മകളെ. എങ്ങോട്ട് പോവാ? പറഞ്ഞടാ. അച്ഛനെങ്ങും പോണ്ട. ഞാൻ റോഡ് വരെ പോയിട്ട് പെട്ടെന്ന് വരാടാ. കുടിക്കില്ലേ? കുടിക്കൂല. സത്യം? നീ പോ, നിന്റെ അമ്മ വിളിക്കണ പോ. അച്ഛൻ വിഷമം കൊണ്ട് അച്ഛാ, നമുക്ക് കുട്ടുമാമൻ്റെ അടുത്ത് പറഞ്ഞ് ബാങ്കിൽ നിന്ന് വീടിഞ്ഞ സാധനം എടുക്കാം. ബാങ്കിൽ നിന്ന് സാധനം എടുക്കാനാ? എന്തോന്ന്? പ്രണാമം. ഇവിടെ പോടാ, നീ പോ. അച്ഛാ പോവല്ല അച്ഛാ. ഞാൻ പോണില്ല. നീ ഇവിടെ തന്നെ കാണും കേട്ടാ. മക്കൾ അങ്ങോട്ട് പോ. അമ്മ വിളിക്കണേ. അച്ഛ ഇപ്പൊ വരെ. കുടിക്കല്ലേ? എവിടെ പോയിട്ടാ നിന്റെ അച്ഛൻ? എന്തൊക്കെയാ സാധനങ്ങൾ കവറിൽ കെട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. എവിടുന്ന്? അച്ഛൻ്റെ പരീക്ഷ മുറിയുന്നു. കയ്യിലെ കാശ് ഇരുന്നിട്ടുണ്ടാവും. ആക്രമിക്കാൻ പോയതായിരിക്കും ഇനി. ഈശ്വരാ, ഇനി കുറച്ച് കഴിയുമ്പോൾ വരും ഡബിൾ പവറിലും കൊണ്ട്. ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയാൽ മതിയായിരുന്നു. മക്കളെ വാ, ഭക്ഷണം കഴിക്കാൻ വാ. മോളെ ലച്ചു, വന്ന് അകത്തൊരിക്കലും എടുത്തോണ്ട് വന്നേ ഇങ്ങോട്ട്. ഞാൻ ഗ്ലാസും കൂടി ഒന്ന് എടുക്കടാ. ഇതെന്റെ മനസ്സില്ല. കുട്ടു, കുഴപ്പമൊന്നുമില്ല. പറഞ്ഞ് മനസ്സിലാക്കിയിട്ടൊക്കെ ഉണ്ട്. ഇല്ലടാ, ഞാൻ പുറത്തു പോയിരിക്കാം. വരുമ്പോൾ വിളിക്കാൻ പറയാം. ശരി മോനെ, ശരി. ഉച്ചേ നിങ്ങൾ അച്ഛൻ്റെ ഒരു കാര്യം. മക്കളെ കേശു. വരണുണ്ട്. ഊണ് കാലമായപ്പോ നല്ല അടിയുടെ കുറവാ. കേശു, അച്ഛന്റെ കൂടെ ആരാണ് വന്നേക്കുന്നത് നോക്ക്. ഏതോ അലവലാദികളെ വിളിച്ചോണ്ടുള്ള വരവാ. പട്ടി. അത് ശരി, ഇന്ന് മനുഷ്യരാരും കിട്ടിയില്ലേ? അയ്യോ, എന്റെ പൊന്നു മക്കളാണ്. എന്റെ 6ാമത്തെ മോനാണ്. ചേരും. പാവം വിശേഷനേടി. ഇനി ചോറ് വിട്. അങ്ങോട്ട് പുറത്തോട്ട് കൊണ്ടുപോ. ഇനി ചോറ് വിട്. ഒരു നേരം കൊടുത്താൽ മതിയടി. വേണ്ട, ഇത് വാലായിട്ട് കാണിക്കും. നന്ദിയുള്ളതാണ്. ഒരു നേരം 2 നേരം പുറത്തു കൊണ്ടോ പട്ടിയെ, എന്നിട്ട് ചോറ് കൊടുത്തോളാം. പുറത്തങ്ങനെ ഉണ്ടാക്കണ്ട. നീ ഇവിടെ വിളമ്പിയാൽ മതി. വേണമെങ്കിൽ ഞാനും എൻ്റെ മോനും കൂടെ ഒരു പാത്രത്തിൽ കഴിക്കും. ഇത് പുതിയ ഫീസാണ്. ഞാൻ ഊരിയ പഴയ ഫീസ് എന്ത് ചെയ്യടി? കറണ്ടുണ്ടോ? അപ്പം ഏത് ലൈനിൽ നിന്നാണ് ഫീസ് ഊരിയത്? എനിക്ക് ഫീസ് എങ്ങനെ അടിച്ച് പോകണം എന്നുള്ളത് എനിക്കറിയണം. അച്ഛൻ എന്തോന്നത്? ഇത് ട്രാൻസ്ഫോമിലെ ഫ്യൂസ് ആണ്. ഇത് ആപത്താണ് കേട്ടാ. എടാ, കളിക്കുമ്പം കുറഞ്ഞ വർഷം തീരെ കൂടെയെങ്കിലും കളിക്കണം. അതാണ് ബാലുവിൻ്റെ സ്റ്റൈല് കേട്ടാ. മക്കളെ ഇത് പിടിയടാ. വേണ്ട, നീ പിടിക്കണ്ട. ഞാൻ അടുത്ത പോലെ മക്കളെ, മക്കളെ, എന്റെ മക്കളോട് പോടാ.
അയ്യോ അയ്യോ ഭ്രാന്താണ് അച്ഛന്. അച്ഛാ കിണറ്റി വീവേ. മക്കളെ നിന്റെ അനിയൻ കേട്ടി പോയടാ. അച്ഛൻ താഴത്തെ ഇറങ്ങ്. ബാലു ഇതിന് കപ്പയും കയറി എടുത്തുണ്ടോ, പാതാളി കറണ്ടി എടുത്തുണ്ടോ, എനിക്ക് കാച്ചി എടുക്കാം അവനെ. അച്ഛാ കൂടുതൽ ആൾക്കാർ താഴത്ത് ഇറങ്ങുണ്ടോ? മകളെ എടാ അച്ഛൻ അങ്ങനെ പേടിയാക്കല്ലേ, അച്ഛൻ നല്ല ബാലൻസ് ഉണ്ട്. അച്ഛാ താഴത്ത് ഇറങ്ങണ്ട അച്ഛാ. അച്ഛാ ബാലു അച്ഛാ, ദേ, അച്ഛാ ഇറങ്ങ്. എന്താ അച്ഛാ ഒന്ന് ഇറങ്ങച്ചാ. ഇങ്ങോട്ട് വായിച്ച് തമാശ കളിക്കില്ല അച്ഛാ. അയ്യോ അതിനകത്ത് വീണ ഞാൻ തിരിഞ്ഞു നോക്കൂല. വാ, ഞാൻ അതിനകത്ത് വീഴാൻ വേണ്ടി നോക്കിയിരിക്കുകയാണല്ലേ, എന്നിട്ടാണ് നിനക്ക് വലിയ കല്ലെടുത്തല്ലേ തലയിൽ കൂടെ ഇട്ടേരാ. ആ ഇത് കഷ്ടം. ഒന്ന് ഇറങ്ങിച്ച എന്തിനാ ഇറങ്ങ് ബാലു. കാണിക്കണേ? ഇറങ്ങ്. പോടാ തുടങ്ങി. പോടാ. ദേ മക്കളെ, നിങ്ങൾ അപ്പുറത്തൂടെ പോയി ഭക്ഷണം കഴിക്കാൻ നോക്ക്. അങ്ങനെ കോമാളിത്തരം കണ്ടു നിൽക്കാണ്ട്. അയ്യോ, അച്ഛാ അച്ഛാ ഇറങ്ങ്. നിന്ന് അച്ഛന്മാരെ ഇറങ്ങി വന്നേ വന്നേ. ഇറങ്ങ്. ഇങ്ങോട്ട് വാ. മുണ്ടേ വാ അച്ഛാ, വാ. ജീവനക്കാരുടെ കുഴപ്പമാണ് ഇപ്പൊ നാട്ടുകാർ കാണിക്കുന്നതുണ്ട്. പേര് മുഴുവൻ ബോർഡിൽ. മാറ്. വാ. ഹലോ, എന്തോ എന്റെ പേര്? താങ്കൾ ആരാണോ? ഞാൻ രാമേന്ദ്രൻ, ഇലക്ട്രിസിറ്റി ബോർഡിൽ എ. ആ പുല്ല, നിന്നെ കാണാൻ വേണ്ടി ഞാൻ ഇരിക്കായിരുന്നു. ബാലു നീയാണല്ലടാ ഇവിടെ കറണ്ട് കട്ടിന്റെ ഉത്തരവാദി. തനിക്ക് മാനസിക രോഗം വല്ലതും ഉണ്ടോ? ട്രാൻസ്ഫോമറിൽ നിന്ന് 2 പ്രാവശ്യം ഫീസ് ഊരിയെടുത്തത് നീ കണ്ടാ? നാട്ടുകാർ മൊത്തം കണ്ട്. ആ കണ്ടെങ്കിൽ കാര്യമായിപ്പോയി. തമാശ കളിക്കരുത്, കളി കൂടുതൽ ബോർഡിനോട് കളിക്കരുത്. ആ താനും കൂടുതൽ കളിക്കണ്ട, കറണ്ടിനോട് കളിക്കല്ലേ, കറണ്ടിന്റെ കൂടെ കളിക്കല്ലേ ഏട്ടാ. ഇവിടെ ഫീസ് കെട്ടിയിടാൻ ഒരുത്തനുമില്ല, ഒരു ദിവസം കറണ്ട് പോകുമ്പോൾ ഒരുത്തനുമില്ല, ഒരു ദിവസം എന്താടാ, ഒരു ദിവസം പൈസ അടച്ചില്ലെങ്കിൽ ഇവിടെ ഊരിക്കൊണ്ട് പോകാൻ വേണ്ടി ഇങ്ങനെ വരും. ജോ, പോലീസിനെ വിളിക്കാം. അയ്യോ വേണ്ട സർ, പുള്ളി അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കാതെയാണ് സംസാരിക്കണേ. കുറച്ച് കഴിച്ചിട്ടുണ്ട് അതാ. എന്താണ് സൗകര്യ പ്രശ്നം? അറിഞ്ഞില്ലയോ, ട്രാൻസ്ഫോമറിന് ഫീസ് ഊരി കളി. പോട്ട് സാറേ, നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. മക്കളെ കേശു, അച്ഛൻ ഫ്യൂസ് കൊണ്ട് വെച്ച് ഇങ്ങനെ എടുത്തോണ്ട് വാ. അല്ല, നമ്മളാരാ മനസ്സിലായില്ല? ഞാൻ ബാസി, ഇവിടുത്തെ റെസിഡന്റ് ആണ്. ഭാര്യ ഇവിടെ ഇല്ല, സിംഗപ്പൂർ. ഇത് കേസ് വേറെയാണ്. ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾ പ്രകാരം നിങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വരും. പിന്നെ സുപ്രീം കോടതി ജഡ്ജിയല്ലേ ഇതൊക്കെ വട്ടാണ്. വട്ടേന്റെ അച്ഛന് സാറിന്റെ തന്തയ്ക്ക് പറഞ്ഞാണല്ലോ. എന്താടാ നിന്റെ സാറിന്റെ അല്ലടാ, എവന്റെ അച്ഛനും സാറിന്റെ അച്ഛനും ഒന്നാ, പിന്നെ എന്തിനാ അവന് വിഷമം പറഞ്ഞത്? എന്തിനാടാ സാറേ സാറേ അല്ല, നിങ്ങൾ ആരാന്ന് മനസ്സിലായില്ല? ഇവിടെ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബാസി ഇവിടുത്തെ റെസിഡന്റ്. ഭാര്യ ഇവിടെ ഇല്ല, അങ്ങ് സിംഗപ്പൂരിൽ. സാർ വരണം. വിളിച്ചാണ്ട് വരണം. ലോകത്തെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം എന്തറിയാമോ? അമേരിക്ക. ഇന്ത്യ 5-ാമതേ ഉള്ളൂ. ബാലുവിനെല്ലാം അറിയാടാ, ബാലുവിനെല്ലാം അറിയാം. പിന്നെ നിങ്ങളല്ലേ ഇടുക്കിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന മിണ്ടാതിരി മനുഷ്യ. പരിഹസിക്കാടി, എന്റെ കഴുത്തി താലി കെട്ടിയല്ലേ ഞാൻ. പിന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു കൂതറയാണ് എന്റെ കഴുത്തിൽ താലി കെട്ടിയതെന്ന്. എന്ത് വൃത്തിയാ കാണിക്കണേ. ആ അളിയാ, അളിയായി ഒരൊറ്റ അയ്യോ അടി അടിച്ചെന്നുണ്ടല്ലോ, അങ്ങേരെ അമ്പിലും വില്ലിലും അടുക്കണില്ല. അവസാനം ഞാൻ എന്തൊക്കെ പറഞ്ഞെന്നറിയാം സോൾവ് ചെയ്തേ. ഒരു കാര്യം ചെയ്, 10,000 രൂപ കൊണ്ട് പെനാൽറ്റി ആടാ. അയ്യോ 10,000 രൂപ? ആ 10,000 രൂപ എന്ന് പറഞ്ഞാൽ 10,000 രൂപ, ഇല്ലെങ്കിൽ അവനെ പിടിച്ച് ആത്തോട്ട് പോര്. ഇനിയിപ്പോ കൊടുക്കാം, അല്ലാണ്ട് എന്ത് ചെയ്യാനോ. ഒറ്റ വീക്കന്നല്ലണ്ടല്ല, ഉണ്ടാക്കി വെച്ചോളൂ ഓരോ കടങ്ങള്. പാവം എൻ്റെ അളിയെ, എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഓടി വരും, അടിയും കൊണ്ടുകൊണ്ട് ഓടുകയും ചെയ്യും. അളിയാ വാ ചോറണം. അയ്യോ അയ്യോ ഇല്ല, ഞാൻ പോണം. വേണ്ട 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 വിളിക്കണ്ട. അളിയനെ കണ്ടാ അറിയാം, നല്ല വിശക്കണവന്. വാ അളിയാ. എനിക്ക് വിശപ്പില്ല, ഞാൻ പോണ്. വാ. എടാ പോടാ. ചോറിനോട്ട് പോ. വാ. എടാ, പോ. വാടാ. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. രണ്ട് പിടി പറ്റി നീറ്റ് പോവാം. വാടാ. പറ്റ്. ഡേയ് വാ. അന്ന് പറ്റിച്ചാ ഞാൻ കണ്ട്. അമ്മ ഇതങ്ങനെ വിട്ടാനൊന്നും പറ്റില്ല കേട്ടോ. നമ്മൾ താഴും തോറും നമ്മുടെ തലയിൽ കയറി കളിക്കുക. ഇത് ബോധമില്ലായ്മ ഒന്നല്ല. അത് ശരിയാ, പക്ഷെ ഇവിടെ ഒരാളുടെ തോന്നിവാസം മാത്രം നടക്കില്ല. അച്ഛനൊക്കെ തന്നെയാ, പക്ഷെ നിലയ്ക്ക് നിർത്തണം. അവ ഓടിയിട്ടാ ആയി. അച്ഛൻ ചില്ലറക്കാരനല്ലെന്നവന് മനസ്സിലായി. മനസ്സിലായി, അതുകൊണ്ടായിരിക്കും 10,000 കൊണ്ട് അടയ്ക്കാൻ പറഞ്ഞത്. മിണ്ടി പോകരുത്. അടച്ചില്ലെങ്കിൽ ഗോതമുണ്ട കഴിഞ്ഞു. ഗോതമുണ്ട ജയിലിൽ കിടന്ന് അഴിയുണ്ട്, മഴി. ഇല്ല പാടാ വരുന്നത്. എന്റെ അച്ഛാ അവിടെ കണ്ട് കൂമിട്ടേ ഞാൻ ഇങ്ങനെ ഇടിക്കും. അപ്പളേ
നീലു കുട്ടികളെ കേശു എന്നൊക്കെ കിടന്ന് വിളിക്കില്ലേ കേട്ടാ. അച്ഛനെ പേടിപ്പെടുത്തല്ലേ. അച്ഛാ, അച്ഛൻ എന്ത് കാര്യം കണ്ടാണ് ഈ ജാടിയൊക്കെ കാണിക്കുന്നത്? പൈസ വേണം, അതില്ല. അല്ലെങ്കിൽ ബന്ധുശക്തി വേണം, അതും ഇല്ല. ഇത് രണ്ടും ഇല്ലാതെ അച്ഛൻ എന്ത് ചെയ്യാമോ? അച്ഛന് ബന്ധുശക്തി ഇല്ല, ബന്ധുവലയില്ല അല്ലേ? എടി അച്ഛന് നെയ്യാറ്റിങ്കര ഒരുപാട് ബന്ധുക്കളുണ്ടടി. നെയ്യാറ്റിങ്കര അവിടെ ഉണ്ടാവുമല്ലോ കുറെ ആൾക്കാർ. അവിടെ പോയി പോരെടുക്ക്. ഞാൻ പോവടി, പോവും. പോ ചെല്ല്. പോവടി, ഞാൻ പോവും. എന്നാ പിന്നെ എന്ത് നോക്കിയിരിക്കുക? ഇറങ്ങി പോ. ഞാൻ പോണില്ല. ഇത് അകത്ത് കയറി കഴിഞ്ഞാൽ പുറത്തിറങ്ങരുത്. ഇറങ്ങൂടാ. പുറത്തിറക്കി കഴിഞ്ഞാലേ അകത്തും കയറരുത്. കേറും. പക്ഷേ കള്ളു കുടിച്ചോണ്ട് അകത്ത് കയറില്ല. കൊള്ളാലോ, 5 മക്കളാണ്, സ്വന്തമായിട്ട് ഒരു തരി മണ്ണ് പോലും ഇല്ല. എന്നിട്ട് കിട്ടിയ അവസരം കള്ളു കുടിച്ച് തകർത്ത്. ഇത് നോക്കിയേ, അമ്മ എങ്ങനെ അച്ഛനെ വേണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാരും പേപ്പറിൽ ഒപ്പിടും. ഞാൻ നിങ്ങളെ ഭരിക്കണമെന്നല്ലേ നിങ്ങൾ എല്ലാവരോടും പറയണേ? എന്നാ പിന്നെ ഞാൻ പറഞ്ഞ അനുസരിച്ച് ജീവിക്കേ. അമ്മ പറയണ പോലെ കേട്ട് കഴിഞ്ഞാൽ അച്ഛൻ ഇവിടെ ഇരിക്കാം. അച്ഛൻ 2 ദിവസം കൊണ്ട് എത്ര രൂപ കള്ളു കുടിച്ച് കളഞ്ഞെന്ന് അറിയാവോ? ഒരു ഐസ്ക്രീം വാങ്ങിച്ചു തരാൻ പറഞ്ഞാൽ പറ്റില്ലല്ലോ. ഒരു പൊട്ട് പോലും മേടിച്ചു തരില്ല. അതൊക്കെ പോട്ടെ, ഇവിടെ നോക്കി കഴിഞ്ഞിട്ടില്ല. ബസ്സിന് 5 രൂപ ചോദിച്ചു കഴിഞ്ഞാൽ അതും തരില്ല. എനിക്കാണെങ്കിൽ ഒരു ബർഗർ മേടിച്ചു തരാൻ പറഞ്ഞാൽ അതും മേടിച്ചെടുത്തില്ല. പറ മനുഷ്യ, മക്കൾ ചോദിക്കുന്ന ഉത്തരം പറ. അയ്യോ, എന്നെ എല്ലാം കൂടെ കൊല്ലണേ. എന്നെ കറക്കി കറക്കി എനിക്ക് ഛർദ്ദിക്കാൻ പറഞ്ഞു. എനിക്ക് കറക്കി കറക്കി എനിക്ക് ഛർദിക്കരുത്, ഛർദിക്കരുത്. ഇതിനകത്ത് ഛർദിക്കാൻ പറ്റില്ല. പുറത്തു പുറത്തു ഇറക്കിയ എന്നെ ഛർദ്ദിക്കാൻ പോലും സമ്മതിക്കില്ലേടി. ഛർദിക്കല്ല, അച്ഛനെ ഇനി വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കേറ്റത്തില്ല. ഉറപ്പ്? ഉറപ്പ് തന്നെ. ഒരു കാര്യം ചെയ്യ്, തീരുമാനത്തിന് വല്ല മാറ്റം ഉണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ. അറിയിക്കാമേ. ഒരു മാറ്റം ഇല്ല ഇപ്പൊ. ഈ ബാലു ഇനി ഈ വീട്ടിൽ കയറില്ല. ആ കേറ്റൂല. അന്വേഷിച്ച് വരരുത്. അന്വേഷിച്ച് വരുന്നവനെ ഞാൻ തല്ലും. മകളെ, അച്ഛന് തരാനുള്ള 80 സെന്റ് അച്ഛൻ അറിയാതെ വിൽക്കാൻ ശ്രമിച്ചതും ബാങ്കിൽ കൊണ്ട് പണയം വെച്ചതിനൊന്നും നിങ്ങൾക്ക് ഒരു വിഷമമില്ല, നിങ്ങൾക്ക് ഒരു അഭിപ്രായവും ഇല്ല. ഒരഭിപ്രായവും ഇല്ല. ഒരഭിപ്രായം ഇല്ലെന്നേ. പോവാണ് കേട്ടാ. യേശു കുടിച്ചോണ്ടിരിക്കുന്ന അച്ഛനെ ഞാൻ സപ്പോർട്ട് ചെയ്തില്ല. പോട്ടാടി. ഇനി കേട്ടാ. അവിടെ ചേരണ്ട. ആഹാ, മക്കളെ ശിവ, ശിവോ, മക്കളെ വെട്ടോച്ചിടുന്നല്ലോ. അച്ഛൻ പറഞ്ഞു എന്താ കാണിക്കണേ? ഞാൻ വെള്ളം അടിച്ചോണ്ട് വന്നാ ഈ വീട്ടിൽ കിടത്തൂലാന്ന്. അതുകൊണ്ട് ഞാനേ ഒരു കുടില് കെട്ടി ഇവിടെ താമസിക്കാൻ പോണടേ. മാറ് മാറ് മാറ്. എന്തൊരു കഷ്ടം. അവസാന കാലത്ത് അവസാന കാലത്ത് തള്ള മക്കളും കൂടെ എന്നെ അടിച്ച് വെളികളയും. അതിനുള്ള മുൻകരുതലാണ് അച്ഛൻ്റെ ഈ കുടില്. എനിക്ക് 80 സെന്റ് സ്ഥലവും വേണ്ട, രാമമാമൻ്റെ സ്വത്തും വേണ്ട. പിന്നെ നാട്ടുകാർ ചോദിക്കും, ബാലു എന്തിന് വീട്ടുകാരെ അടിച്ച് വെളിയിൽ കളഞ്ഞത്? അപ്പോഴേ ഞാനുള്ള മറുപടി പറഞ്ഞോളാം കേട്ടാ. വെള്ളം അടിച്ചിട്ട് ഇങ്ങോട്ട് നോക്ക്. വെള്ളം അടിച്ചിട്ട് ഈ കോമ്പൗണ്ടിനകത്ത് കയറരുതെന്നാ പറഞ്ഞ. പിന്നെ എന്തിനാ ഇത് പൊക്കി പിടിച്ച് ഇങ്ങോട്ട് വന്നേ? റോഡിന് കുടില് വെച്ച് കിടക്കോടി. നിന്നൊക്കെ നാണം കെടുത്തും നിന്നൊക്കെ. പോത്തല്ല പോ. എന്താമ്മേ ഭാഗത്ത് പോവാ.
നാണക്കേട് തന്നെ കേട്ടത്. സഹോദരേ സഹോദരേ ഓടിവാ. എന്താ എന്താ ബാലുവിനെ കറണ്ടടിച്ച് ഏ? ബാലുവിനെ കറണ്ടടിച്ച് അയ്യോ. ട്രാൻസ്ഫോമറിൽ പിന്നെയും കളിക്കാൻ പോയി. ആ. ഫ്യൂസ് ഇടാൻ വേണ്ടി പോയി. അടിച്ചടുത്ത് അപ്പുറത്തെ പറമ്പിലിട്ട് നാട്ടുകാരെല്ലാം ഓടിക്കൂടി ആശുപത്രി കൊണ്ടുപോയിക്കുന്നു. ഓടിവാ, വണ്ടി വിളിച്ചു പോ. ഓടിവാ. അയ്യോ അച്ഛാ. മക്കളെ വാ. അച്ഛനോട് പതുക്കെ പതുക്കെ മാ ബാലു എടാ വാസി അളിയാ തുറന്നാടാ. വാ, 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 വാ. അതിലിറങ്ങി എടാ വാസി എന്നെ അവിടെ കൊണ്ട് വയ്യടാ. തോന്നുന്നു ശിലയോ? അളിയാ ഒരു മിന്നല് പോലെ. ആ ട്രാൻസ്ഫോമർ നിന്നെ അടിച്ചെടുത്ത് എറിഞ്ഞത് കൊണ്ട് കൊള്ളാം, ഇല്ലെങ്കിൽ നിന്ന് കത്തിയനെ. പിള്ളേരാ ഭാഗ്യം. അവന്മാരെന്തോ കെണി ഒപ്പിച്ച് വെച്ചളിയാ, അല്ലെങ്കിൽ ഇങ്ങനെ വരെ ഒരു ന്യായവും ഇല്ല. പക്ഷെ വെള്ളം അടിച്ചാലുള്ള നിന്റെ ഭ്രാന്ത് ഈ ഷോക്കോടെ മാറിക്കിട്ടി. ഓ അച്ഛാ ഇനി വെള്ളം അടിക്കല അച്ഛാ. നിങ്ങൾക്ക് അച്ഛനല്ലാതെ വേറെ ആരുണ്ട്? പ്ലീസ് അച്ഛാ ഇനി വെള്ളം അടിക്കില്ലേ പ്ലീസ്. അച്ഛൻ ഇനി കുടിക്കൂല മക്കളെ. അച്ഛൻ കൂടി നിർത്തി. നിങ്ങളെ തലയടിച്ച് ഞാൻ സത്യം. എന്റെ മക്കളെ തലയത്തോട്ട് സത്യം ചെയ്ത് നിങ്ങളുടെ കള്ളൂടി അങ്ങ് നിർത്തിയാ മതി. ഓ ഈ കുടിയന്മാര് ഭർത്താക്കന്മാരെ കാരണം എത്ര സ്ത്രീകളാണ് കണ്ണീര് കുടിക്കണേ അല്ലേ? സ്ത്രീകള് കണ്ണീര് കുടിച്ചാലെന്ത്, ആണുങ്ങൾ വെള്ളോടി നിർത്തൂലല്ലോ. ഇതോടെ എനിക്കൊരു കാര്യം മനസ്സിലായി. മദ്യപാനം ഒരു വ്യക്തിയെ മാത്രമല്ല ബാധിക്കണം, അത് കുടുംബത്തിനെയും സമൂഹത്തിനെയും. സത്യം. അമ്മാ